ചിലപ്പോൾ അറിയാതെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമ്മൾ പ്രാർത്ഥിച്ചതല്ല, പ്രാർത്ഥിക്കാത്തത്, നമ്മൾ ഇഷ്ടപ്പെടാത്തത്, നമ്മൾ ആഗ്രഹിക്കാത്തത് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നീ യഥാർത്ഥത്തിൽ ദൈവത്തെ സേവിക്കുന്ന ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ വരുന്നത് മുഴുവൻ എൻ്റെ ദൈവം അറിഞ്ഞിട്ടാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിന്നോട് വ്യക്തമായി വ്യക്തിപരമായി ഇടപെടുകയാണ്. ഈ ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നു. അതിൻ്റെ പിന്നിൽ ദൈവം തന്ന, ദൈവം നടത്തുന്ന ദൈവത്തിൻ്റെ പണി, അതിൻ്റെ മുമ്പിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു ഹിതമുണ്ട്. വെറുതെ ചെയ്യുന്ന ദൈവമല്ല, വെറുതെ എൻ്റെ ദൈവം ഒന്നും ചെയ്യാറില്ല. എൻ്റെ ദൈവം ചെയ്യുന്നതിൻ്റെ പിന്നിൽ, എൻ്റെ ദൈവം പറയുന്നതിൻ്റെ പിന്നിൽ, എൻ്റെ ദൈവം കാണുന്നതിൻ്റെ പിന്നിൽ, അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു ഹിതമുണ്ട്. കർത്താവിന് അബദ്ധം പറ്റത്തില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നമ്മുടെ ദൈവത്തിന് അബദ്ധം പറ്റുമെന്ന്, നമ്മുടെ ദൈവത്തിന് തെറ്റ് പറ്റുമെന്ന്? നോ, നെവർ, നെവർ, നെവർ. എൻ്റെ ദൈവത്തിന് ഒരിക്കലും അബദ്ധം പറ്റത്തില്ല. ദൈവത്തിന് ഒരബദ്ധം പറ്റത്തില്ല. ദൈവത്തിന് എല്ലാം പെർഫെക്റ്റാ. ദൈവം ചെയ്യുന്നതെല്ലാം അവൻ ദൈവത്തിൻ്റെ ഹിതമാ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, അവൻ തെറ്റുപറ്റാത്ത ദൈവത്തെ സേവിക്കുന്ന നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവത്തിൻ്റെ ഹിതമാണെന്ന് ഇന്ന് പകൽക്കാലം അടിയുറച്ച് ദൈവഹിതത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ നീ തയ്യാറാണെങ്കിൽ, ദൈവഹിതത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ നീ